3,27,000 ഒരു പ്ലാൻ. അത് ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് ബോർഡിൽ എഴുതിയിട്ട് സംസാരിക്കാം. ക്ലിയർ? കൂടെ ഓഫർ ചെയ്യുമ്പോൾ 5,000 കൊടുത്തുകൊണ്ട് ഒരു സീഡ് ഫണ്ടിങ് എന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സീഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് അതേ ദിവസം തന്നെ രണ്ട് സമാനമായിട്ടുള്ള അക്കൗണ്ട് താഴെയും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഈ 3 അക്കൗണ്ടും ഒരേ ദിവസം ഓപ്പൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ 1000 ദിവസം കൊണ്ട് ലഭിക്കുന്ന വരുമാനം 222 ദിവസം കൊണ്ട് പ്രോഫിറ്റായിട്ട് ലഭിക്കുന്നത്. അപ്പൊ ഞാൻ ചെറിയ രീതിയിലൊന്ന് കൂടുതൽ എഴുതാം. ഇവിടെ ഞാൻ പറയുന്ന കൂടുതലും പറയാൻ പോകുന്നത് INR ഇന്ത്യൻ രൂപയുടെ കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത്. അല്ലാണ്ട് ഒരിക്കലും കൂടുതൽ ഇവിടെ സാർ പറഞ്ഞ പോലെ ഇവിടെ ഫാമിംഗ് യൂണിവേഴ്സിറ്റി ബ്ലോക്ക് ചെയിനിലെ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നത് ഫാമിംഗ് യൂണിവേഴ്സിറ്റി ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമുക്ക് പ്രോഫിറ്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഫാമിംഗ് യൂണിവേഴ്സിറ്റി അല്ലാണ്ട് ഒരിക്കലും ഇവിടെ INR അല്ല. അതിന്റെ കൺവേർട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിംഗ് യൂണിവേഴ്സിറ്റിക്ക് ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 130 രൂപ ബേസ് പ്രൈസ്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഒരു 10 ആണെങ്കിൽ 1,300, 100 ആണെങ്കിൽ 13,000, 1000 ആണെങ്കിൽ 1,00,000 രൂപ. ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ ആ ലെവലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ ഞാൻ പറയാൻ പോകും. ഓക്കെ, ക്ലിയർ അല്ലേ? ₹1,04,000 രൂപ മെയിൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ക്ലിയർ അല്ല? കാണുന്നില്ലേ? അതേ സെയിം സമാനമായിട്ടുള്ള ദിവസം തന്നെ ഈ 1,04,000 രൂപ ഇവിടെയും 1,04,000 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ മെയിൻ അക്കൗണ്ട് ക്വാളിഫൈ ആയിക്കൊണ്ട് ഇവിടെ 0.20 ആണ് നോർമൽ ഇവിടെ വരുമാനം ലഭിക്കുന്നത്. ഇവിടെ സാധാരണ നോർമലിന് 0.20% INR 208 രൂപയാണ് നോർമലാണിത്. നോർമലി 208 രൂപ വരുമാനം ലഭിക്കുന്ന ഇതാണെങ്കിൽ ഇത് നോർമലി 1000 ദിവസം കൊണ്ട് 0.20 വെച്ച് 1000 ദിവസം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇത് ഈ 1,04,000 രൂപ 2,08,000 രൂപയായി മാറുന്നത്. അപ്പൊ ഈ 1,04,000 രൂപ ഇതേപോലെ ഈ രണ്ട് അക്കൗണ്ട് 1,04,000 ഇവിടെ 1,04,000 ഇവിടെ കൊടുക്കുമ്പോൾ വെച്ചുകൂടായിക്കൊണ്ട് വെറും 222 ദിവസം കൊണ്ട് ക്ലിയർ അല്ല സാറേ? ക്ലിയർ ആണല്ലേ? 222 ദിവസം കൊണ്ട് ഞാനൊന്ന് പറയാൻ ക്ലിയർ ആയിട്ട് 222 ഡേയ്സ് കൊണ്ട് ഇത് 208,300 അതായത് 2,08,000 രൂപയായി മാറുന്നു. ഇതെങ്ങനെയാ മാറുന്നല്ലേ അറിയേണ്ടത്? ഇത് 2,01,000 ദിവസം കൊണ്ട് ലഭിക്കേണ്ട വരുമാനം 208 വെച്ച് ഡെയിലി ലഭിക്കേണ്ട വരുമാനം 1000 ദിവസം കൊണ്ട് ലഭിക്കേണ്ടത് 222 ദിവസം കൊണ്ട് 2,08,000 രൂപയായി മാറുന്നു. അപ്പൊ ഇവിടെ ഈ അക്കൗണ്ടിലാണ് 0.90 സിസ്റ്റത്തിന് ബൾക്കായിട്ടുള്ള രണ്ട് ബിസിനസ് ഇവിടെ 1,04,000 ഇവിടെ 1,04,000 കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ 0.70 കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഈ മെയിൻ അക്കൗണ്ടിൽ ഡെയിലി INR 1,019 രൂപ 1,019 രൂപയാണ് ഇവിടെ വരുമാനം. 1,019 രൂപ. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഇത് ക്ലിയർ അല്ല സാറേ? സാറേ ക്ലിയർ അല്ലേ? 1,019 രൂപ വരുമാനം ലഭിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാനൊന്ന് റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് ചെറിയ രീതിയിൽ പ്രശ്നമില്ല. പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ 208 രൂപ ലഭിക്കേണ്ട സ്ഥലത്ത് ഇതാണ് മനസ്സിലാക്കേണ്ടത്. 208 രൂപയാണ് ഡെയിലി വരുമാനം ലഭിക്കുന്ന സ്ഥലത്ത് 1,019 രൂപയാണ് അല്ലെ വരുമാനം ലഭിക്കുന്നത്. അപ്പൊ ഇത് മെയിൻ അക്കൗണ്ടിൽ മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ മെയിൻ അക്കൗണ്ടിൽ മാത്രമാണ് ഈ വരുമാനം ലഭിക്കുന്നത് 1,019 രൂപ. അതായത് ഇവിടെ ഇതിന്റെ പെർ മന്ത് എന്ന് പറയുന്നത് പെർ മന്ത് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 30,570 രൂപയാണ് ഇവിടെ പെർ മന്ത് വരുമാനം ലഭിക്കുന്നത്. 30,000 ശരിയല്ലേ? എത്ര വരെ പറഞ്ഞ ശരിയല്ലേ? അതായത് 1,019 × 30 ഇത് പ്രതിമാസ വരുമാനം ഈ അക്കൗണ്ടിൽ 30,570 രൂപയാണ് ഇവിടെ വരുമാനം ലഭിക്കുന്നത്. ഇത് നോർമൽ 1,04,000 ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ വെറും 6,240 രൂപയാണ്. 6,240 രൂപ മാത്രമാണ് നോർമൽ. ക്ലിയർ സാർ? പറഞ്ഞ ക്ലിയർ അല്ലേ? നോർമൽ ഇൻവെസ്റ്റ്മെന്റിൽ 6,240 രൂപ വരുമാനം ലഭിക്കുന്ന സ്ഥലത്ത് ഇവിടെ 30,570 രൂപയാണ് ഇവിടെ വരുമാനം ലഭിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇവിടെയോ ഈ അക്കൗണ്ടിലോ ഇത് സബ് അക്കൗണ്ട് ആണ്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് 0.20 ആണ് ഈ അക്കൗണ്ട് പ്രവർത്തിക്കുന്നത്. ഇത് മാത്രമാണ് 90. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടിലും ഡെയിലി വരുമാനം പറഞ്ഞത് ഇവിടെ ലഭിക്കുന്ന
208 രൂപ. INR മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 208 രൂപ, 6240 രൂപ. ക്ലിയർ അല്ലേ? ഈ ഒരു അക്കൗണ്ടില് നോർമലി ലഭിക്കുന്നത് 6240 രൂപ. ഇവിടെ എങ്ങനെ? ഇവിടെ ലഭിക്കുന്നത് ഡെയിലി ഇങ്ങനെയാണ് വരുമാനം ലഭിക്കും അല്ലെ? ക്ലിയർ അല്ലേ? 30,570 രൂപ ഇവിടെ ലഭിക്കും. 6240 രൂപ ഈ അക്കൗണ്ടില്, 6240 രൂപ ഈ അക്കൗണ്ടില്. ശരിയല്ല? കാണുന്നില്ല? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ല? സർവീസ് ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഇവിടെ ശ്രദ്ധിക്കണം എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, മെയിൻ ആയിട്ട് ഇവിടെ താഴെ ഇതാ. ക്ലിയർ ആയിട്ട് നമ്മൾ അത്ര ഈ മൂന്ന് ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ 3 അക്കൗണ്ടിലും കൂടി ഒരു വ്യക്തിക്ക് എത്രയാണ് വരുമാനം ലഭിക്കുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതായത് മെയിൻ ഐ ഡി പെർ മന്ത്, ₹30,570 രൂപ, മെയിൻ ഐ ഡി 30,570 രൂപ. അപ്പൊ ഇവിടെ സബ് 2 ഐ ഡി, ഈ സബ് 2 ഐ ഡി ഞാൻ ഒരുമിച്ചാണ് എഴുതാൻ ആഗ്രഹിക്കുന്നത് അല്ലെ? ഇത് രണ്ടും സബ് 2 ഐ ഡികളാണ്. ഇതിന് പ്രതിമാസം വരുമാനം ലഭിക്കുന്നത് സബ് ഇവിടെ ലഭിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാല് 12,450. ഈ 6,240 സൈവ സർക്കിൾ അല്ലേ? എന്തെങ്കിലും ഇത് നിങ്ങൾ എപ്പോഴും സ്പോട്ട് പറയട്ടെ. ചിലപ്പോൾ ഞാൻ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞില്ല. ക്ലിയർ അല്ലേ? അപ്പൊ 12,480 രൂപ, 12,480 രൂപയാണ് ഇവിടെ. അപ്പൊ ഈ മെയിൻ അക്കൗണ്ടിൽ 30,570 രൂപ, സബ് 2 ഐ ഡി പെർ മന്ത് INR 12,480. ഇതാണ് നമുക്ക് പ്രോഫിറ്റ് ടോട്ടൽ. ഈ 3 ഐ ഡിയിലും കൂടി ടോട്ടൽ പ്രോഫിറ്റ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാല് ഇവിടെ 43,050 രൂപയാണ് ഇവിടെ വരുമാനം ലഭിക്കുന്നത്. ക്ലിയർ അല്ലേ? പൈസ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 43,050 രൂപയാണ് ഇവിടെ വരുമാനം ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കണ്ട. ഇവിടെ വരുന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ 3 അക്കൗണ്ടിൽ എന്ത് വേണം? ഇവിടെ സീഡ് ഫണ്ടിങ് എന്ന പ്രോസസ് നടത്തണം. സാർ പറഞ്ഞാൽ 5,000 രൂപ കൊടുത്ത് സീഡ് ഫണ്ടിങ് എന്ന പ്രോസസ് ആദ്യം പൂർത്തിയാക്കണം. ഇവിടെയും സീഡ് ഫണ്ടിങ് എന്ന പ്രോസസ് ചെയ്യണം, ഇവിടെയും സീഡ് ഫണ്ടിങ് എന്ന പ്രോസസ് ചെയ്യണം. അപ്പോൾ 3 ഐ ഡിയിലും സീഡ് ഫണ്ടിങ് എന്ന പ്രോസസ് ചെയ്യുവാൻ ഇന്ത്യൻ രൂപ 15,000 രൂപ അല്ലെ സാറേ? 15,000 രൂപ. അതായത് സീഡ് ഫണ്ടിങ് 15,000 രൂപ 3 അക്കൗണ്ടിലും ഫസ്റ്റ് സീഡ് ഫണ്ടിങ് എന്ന പ്രോസസ് പൂർത്തിയാക്കണം. പിന്നീട് ഈ 3 അക്കൗണ്ടിൽ എന്ത് വേണം? ടോക്കൺ ഫാമിംഗ് USDT കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യണം. അതായത് 800 USDT അഥവാ 1,04,000, 1,04,000, 1,04,000. അപ്പൊ ടോട്ടല് ഇവിടെ വരുന്നത് എത്രയായിരുന്നു? അക്കൗണ്ടിൽ കൂടി 3,12,000 രൂപയുടെ ടോക്കൺ ഫാമിംഗ് ഇവിടെ ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? 3,12,000 രൂപയുടെ ടോക്കൺ ഫാമിംഗ്. ഇത് ടോട്ടലി വരുന്നത് 3,27,000 ടോട്ടൽ വരിക 3,00,000. ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്കിവിടെ വരുന്ന ടോട്ടലി ഇൻവെസ്റ്റ്മെന്റ് വളരെ